എന്നാലും കൊച്ചി നെടുമ്പാശ്ശേരിയിലെ കുറൂര കൊലപാതകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് കൊലപാതകം തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. കാറിന് സമീപം സംസാരിച്ചുകൊണ്ടിരുന്ന തുറവൂരിലെ ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ വാഹനം ഇടിപ്പിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ബോണറ്റിൽ വീണ ഐവിൻ നിലവിളിച്ചിട്ടും 1 കിലോമീറ്റർ ഐവിനെ വലിച്ചു കൊണ്ടുപോയി. മരണം ഉറപ്പാക്കിയ ശേഷം പ്രതികൾ രക്ഷപ്പെട്ട് കളഞ്ഞെന്നും പോലീസ് പറയുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തായിരുന്നു ഈ CISF ഉദ്യോഗസ്ഥന്മാരുമായി ഇദ്ദേഹത്തിനുള്ള അഭിപ്രായ വ്യത്യാസവും? പിന്നീടാണല്ലോ ഈ കൊലപാതകത്തിലേക്ക് വിവരം നയിച്ചത്. അങ്ങനെ ഒരു കൊലപാതകം നടത്താൻ തക്ക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എസ്കേൻ, വളരെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം എന്നാണ് ഈ FIR റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ്. നായത്തോടിന് സമീപത്തുള്ള പ്രദേശത്താണ്. ഈ ഇടറോഡിൽ വെച്ചാണ് ഈ അതിക്രൂരമായ കൊലപാതകം നടന്നത്. ഈ കാറ് ഓടിച്ചിരുന്നത്, അതായത് ഈ കാണുന്ന എക്സ്പ്രസോ കാറാണ് ഈ CISF ജവാന്മാർ ഓടിച്ചിരുന്നത്. ഈ കാറുമായി ബന്ധപ്പെട്ട് അതായത് കാറിൽ ചാരിയിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഐവിൻ. അതിനിടയിൽ ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിന് ശേഷം അത് അവസാനിപ്പിച്ച് ഐവിൻ പോകുന്നതിനിടയിൽ ഇവർ കാർ ഉപയോഗിച്ച് ഇടിച്ച് തെറിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ആ കാറിൽ ബോണറ്റിൽ ഇരുത്തി ഐവിനെ 1 കിലോമീറ്ററോളം സഞ്ചരിച്ചു. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഐവിൻ ഈ കാറിൽ കിടന്ന് ഈ കാറിന്റെ ബോണറ്റിലിരുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം സഞ്ചരിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇവർ ഇത് കരുതിക്കൂട്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CISF ജവാന്മാരാണ്. ഒരാൾ വിനയ് കുമാർ, മറ്റൊരാളെ കൂടി അയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അയാളെ നാട്ടുകാരാണ് ഇന്നലെ അയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്താണ് ഇവർ തമ്മിലുള്ള ഈ അക്രമത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിക്കാൻ മാത്രം എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഒപ്പം ഈ കൊലപാതകത്തിന്റെ ഒരു ക്രൂര ദൃശ്യം പുറത്തു വരുന്നതും ആ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. 1 കിലോമീറ്ററോളമാണ് ബോണറ്റിൽ ഇരുത്തിക്കൊണ്ട് ആ ഐവിനെ ഈ എക്സ്പ്രസോ കാറിൽ അവർ ഓടിച്ചത്. ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. ഇവിടെ രക്തത്തിന്റെ പാടടക്കം ഉണ്ട്. ഏകദേശം ഈ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വളരെ സ്പീഡിൽ വരുന്നു. അതിന്റെ സ്കിഡായ പാടുകൾ അടക്കം ഇവിടെ ഉണ്ട്. ഇവർ തമ്മിൽ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യമൊക്കെ വിശദമായി ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. വിനയ് കുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. പ്രത്യേകിച്ച് എയർപോർട്ടിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. ഈ ഐവിനും എയർപോർട്ടിലെ ജീവനക്കാരൻ എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, അതാണോ ഈ പ്രകോപനത്തിന് കാരണം? അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഈ റോഡിൽ സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണോ ഈ അക്രമത്തിൽ കലാശിച്ച അല്ലെങ്കിൽ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വാഹനം വലിയ സ്പീഡിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇതിൻ്റെ സ്കിഡായ പാടുകൾ ഏകദേശം ഒരു 500 മീറ്ററോളം ഈ വാഹനം സ്കിഡായി വന്നതിൻ്റെ പാട് ഇവിടെ വളരെ കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവിടെ വെച്ച് ഒരു പക്ഷേ ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്പോട്ടിന് അപ്പുറത്ത് നിന്ന് ഐവിനെ ഇടിച്ച് ഈ ബോണറ്റിൽ ഇരുത്തി കൊണ്ടുവന്ന് ഇവിടെ വീണ് പോയതാകാം എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതിക്രൂരമായ കൊലപാതകം, ഒരുപക്ഷെ സമീപകാലത്ത് എറണാകുളത്തുണ്ടായിട്ടുള്ള ഏറ്റവും നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ്. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടുള്ളത്. ഈ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്ന് ബന്ധപ്പെട്ടുള്ള തർക്കം മാത്രമാണോ ഇതെന്ന് ഇനി വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ആ CCTV ദൃശ്യങ്ങൾ നടക്കുന്നതാണ്. അതായത് 1 കിലോമീറ്ററോളം ആ ഐവിനെ ബോണത്തിൽ ഇരുത്തിക്കൊണ്ട് പോകുന്ന കാഴ്ച അത് ഞെട്ടിപ്പിക്കുന്നതാണ്.